السلام عليكم ورحمة الله. كيف حالكم؟ شو أخباركم؟ عساكم طيبين. مرحبا بكم إلى دار العربية. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഫോൺ കോളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അതായത് ഫോൺ വിളിച്ചു, ഫോൺ വിളിക്കുന്നു, ഫോൺ വിളിക്കും, ഇതൊക്കെ എങ്ങനെയാണ് അറബി സംസാര ഭാഷയിൽ കൃത്യമായി പറയുക എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു അറബി വന്നിട്ട് നമ്മുടെ മുദീറിനെ ചോദിക്കും, അല്ലെ, അല്ലെങ്കിൽ നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മുദീറിനോട് അനുവാദം ചോദിക്കേണ്ടി വരും. അപ്പോൾ മുദീറിനെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ കഫീലിനെ വിളിച്ച് സംസാരിച്ച ശേഷമായിരിക്കാം അവർക്ക് അവർ ആവശ്യപ്പെട്ട കാര്യം നമുക്ക് ചെയ്തു കൊടുക്കാനും സാധിക്കാം. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നമുക്ക് അവരോട് വന്ന അറബിയോട് പറയേണ്ടി വരും, ഞാൻ എൻ്റെ മുദീറിനെ വിളിക്കട്ടെ. അല്ലെങ്കിൽ ചിലപ്പോൾ തലേ ദിവസം വന്ന അറബി ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ദിവസം വരുമ്പോൾ നമുക്ക് പറയേണ്ടി വരും, ഞാൻ എൻ്റെ മുദീറിനെ വിളിച്ചു, മുദീർ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ ഇന്നയാളെ വിളിച്ചു, അപ്പോൾ ഇന്നയാളെ വിളിച്ചിട്ട് അവൾ മറുപടി തന്നില്ല, കോൾ അറ്റൻഡ് ചെയ്തില്ല. ചിലപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു കസ്റ്റമർ, അത് അറബി കസ്റ്റമർ ആകും. അപ്പോൾ അറബി കസ്റ്റമർക്ക് നമ്മൾ കൊടുത്ത സാധനങ്ങൾക്ക് നമുക്ക് പൈസ കിട്ടാതെ വരും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ മുദീർ അറബി ആയിരിക്കും. ആ മുദീർ വന്ന് ചോദിക്കുന്നു, ക്യാഷിൻ്റെ കാര്യം എന്തായി? നമ്മൾ പറയും അയാൾ വിളിച്ചു, പക്ഷേ അയാൾ ഫോൺ എടുക്കുന്നില്ല. ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുമല്ലോ. അല്ലെങ്കിൽ പറയും, ഇയാളെ ഞാൻ നാളെ വിളിക്കാം, നാളെ വിളിച്ചിട്ട് മറുപടി പറയാം. ഈ മുദീറിനെ ഞാൻ നാളെ വിളിച്ചിട്ട്, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിളിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മറുപടി തരാം, ഞാൻ നിങ്ങളെ തിരിച്ച് വിളിക്കാം. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നമുക്കുണ്ടാകും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻസിൽ എങ്ങനെയാണ് നമ്മൾ അതിന് സംസാര ഭാഷയിൽ കൃത്യമായ പ്രയോഗങ്ങളിലൂടെ നമുക്ക് മറുപടി നൽകാൻ കഴിയാന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിൽ ചില ഉദാഹരണങ്ങളാണ് ഇതിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം ഓരോ വാക്ക്, അതായത് വിളിച്ചു, ഓരോ കോണ്ടക്സ്റ്റ് ഉണ്ടല്ലോ, അവൻ വിളിച്ചു, അല്ലെങ്കിൽ അവൾ വിളിച്ചു, പിന്നെ ഞാൻ വിളിച്ചു, ഞങ്ങൾ വിളിച്ചു, ഈ രൂപത്തിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് സ്ഥിരമായി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, സ്ഥിരമായി നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ആ ഒരു പ്രയോഗങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇവിടെ നോക്കുക, 3 സിറ്റുവേഷൻസ് ആണ്. അതായത് ഒന്ന് വിളിച്ചു, മറ്റൊന്ന് വിളിക്കുന്നു, മൂന്നാമത്തേത് വിളിക്കും. അതായത് നമ്മൾ ഗ്രാമാറ്റിക്കൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പാസ്റ്റ് ടെൻസ്, പിന്നെ പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ വിളിച്ചു എന്നുള്ളതിന് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ഇത്തസ്വല ബി എന്നതാണ്. ഇത്തസ്വല ബി, അല്ലെങ്കിൽ ഇത്തസ്വല ഫി എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ വെറും ഇത്തസ്വല എന്നും വളരെ വിരളമായിട്ട് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്തസ്വല ബി എന്നുള്ളതാണ് ഇതിന്റെ ശരിയായ ഒരു പ്രയോഗം. ഇത്തസ്വല ബി, ഇത്തസ്വല ബി, ഇത്തസ്വല ബി. ഓക്കെ, ഇത്തസ്വല ബി എന്നാണ് വിളിച്ചു എന്നുള്ളതിന് പറയാം. അതായത് അവൻ വിളിച്ചു എന്നുള്ളതാണ് ശരിക്കും അർത്ഥം, ഇത്തസ്വല ബി എന്നുള്ളത്. ഇത് അതിന്റെ മറ്റൊരു വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, ദഗ്ഗ അലയ. അപ്പൊ ദഗ്ഗ അല എന്ന് പറഞ്ഞാൽ അതിന് ദഗ്ഗ അല. ശരിക്കും ഈ ഒരു വാക്കിന് അതിന്റെ കറക്റ്റ് ഒരു വേർഡല്ല മലയാളത്തിൽ. പക്ഷേ നമ്മൾ സംസാരിക്കുമ്പോൾ, അറബികൾ സംസാരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആ ഒരു സൗണ്ട് വെച്ചിട്ടാണ് പറയുന്നത്. അതായത് ദഗ്ഗ എന്നാണ് പറയുക, ദഗ്ഗ അല എന്നുള്ളത്. ഓക്കെ, ഇത് ഐനാണ്, അല, അല, ദഗ്ഗ അല എന്ന് പറഞ്ഞാൽ അതും വിളിച്ചു എന്നുള്ളതാണ്. നമ്മളിപ്പോൾ റിങ് ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ, ഈ ഒന്ന് റിങ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്കൊന്ന് അടിക്കി, ഇതൊന്ന് അടിക്കുക എന്നൊക്കെ നമ്മൾ സാധാരണ സംസാരത്തിൽ തന്നെ പറയില്ല, എനിക്കൊന്ന് ബെല്ലടിക്കി, ഓക്കെ, അല്ലെങ്കിൽ റിങ് ചെയ്യിക്കി എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രയോഗമാണത് ദഗ്ഗ അല എന്ന് പറഞ്ഞത്. ശരിക്കും ദഗ്ഗ എന്ന് പറഞ്ഞാൽ മുട്ടുക എന്നുള്ളതിന് നോക്ക് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന പദമാണ് ദഗ്ഗ. ദക്ക എന്നാണ് ശരിക്കും പറയുന്നത്, ദക്ക, മുട്ടുക എന്നുള്ളത്. ഓക്കെ, അപ്പൊ ദഗ്ഗ അല എന്ന് പറഞ്ഞാൽ ഇത്തസ്വല ബി എന്ന അതേ അർത്ഥം തന്നെയാണ്. അപ്പൊ വിളിച്ചു എന്നുള്ളതിന് 2 പ്രയോഗങ്ങളാണ് മെയിനായിട്ട് അറബിയിലുള്ളത്. ഓക്കെ, അത് വിളിക്കുന്നു എന്നതിലേക്ക് വരുമ്പോൾ എന്താവും? യത്തസിലു ബി, യത്തസിലു ബി എന്നാവും, യത്തസിൽ. ഓക്കെ, യത്തസിൽ ബി. ഇതാണെന്നുണ്ടെങ്കിൽ യദുഗു അല എന്ന് പറയാം, യദുഗു, യദുഗു അല, അല്ലെങ്കിൽ യദഗു അല എന്നൊക്കെ പറയാം. അതായത് സംസാരത്തിൽ നമ്മൾ മലയാളത്തിലാണ് സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ഊ എന്നുള്ള സൗണ്ട് ആ എന്നാക്കിയൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലേ? ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ അപ്പൊ യദുഗു അല അല്ലെങ്കിൽ യദഗു അല എന്ന് പറഞ്ഞാൽ വിളിക്കുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പൊ അവൻ വിളിക്കുകയാണ് എന്നൊക്കെ പറയാം, അവൻ വിളിക്കുകയാണ്, മുതിർന്ന അവൻ വിളിക്കുകയാണെന്നൊക്കെ പറയാനാണ് ഈ ഒരു പ്രയോഗം ഉപയോഗിക്കുക. അപ്പൊ വിളിക്കുന്നു അല്ലെങ്കിൽ വിളിക്കുകയാണ്, ഓക്കെ, എന്ന ഒരു രൂപത്തിൽ. ഇനി വിളിക്കും എന്നുള്ളതിന് ബി യത്തസിൽ എന്നാണ് പറയുന്നത്, ബി യത്തസിൽ, ബി യത്തസിൽ ബി, ബി യത്തസിൽ ബി. ഓക്കെ, അത് ഈ വാക്കാവുമ്പോൾ ബി യദുഗു അല. ഓക്കെ, ബി യദുഗു അല എന്ന് പറയാം, ബി യദുഗു അല. ഓക്കെ, അപ്പൊ ഇത്തസ്വല ബി എന്ന് പറഞ്ഞാൽ വിളിച്ചു, ദഗ്ഗ അല എന്ന് പറഞ്ഞാലും സെയിം മീനിങ് ആണ്. അതിന് വിളിക്കുന്നു എന്ന് പറയുന്നതിന് യത്തസിൽ ബി അല്ലെങ്കിൽ യദുഗു അല എന്ന് പറയാം, വിളിക്കുന്നു, വിളിക്കുകയാണ് എന്നൊക്കെ പറയാം. ഇനി വിളിക്കും എന്നുള്ളതിന് ബി യത്തസിൽ ബി എന്ന് പറയാം, ബി യത്തസിൽ ബി. ഓക്കെ, ബി യത്തസിൽ ബി, വിളിക്കും എന്നുള്ളത്. ബി യദുഗു അല എന്നും അതിന് പറയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് വിളിക്കും, വിളിക്കുന്നു, വിളിച്ചു, അതായത് അവൻ എന്നുള്ളൊരു സർവനാമം കൂടി അതിൽ വരുന്നുണ്ട്. അപ്പൊ അവൻ. അപ്പൊ ഇതിനു മുമ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരാളുടെ പേര് വെച്ചിട്ട് പറയാം, ഇന്നയാള് വിളിച്ചു
അല്ലെ, അല്ലെങ്കിൽ മുദീർ ഇത്തസല ബി, മുദീർ എന്നെ വിളിച്ചു, ഓക്കെ എന്ന് പറയാൻ, അല്ലെങ്കിൽ മുദീർ ഇത്തസൽ, മുദീർ വിളിച്ചു എന്നൊക്കെ പറയാൻ ഈ രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പേര് വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതേപോലെ പ്രസന്റ് ടെൻസിലും നമുക്ക് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ മുദീർ ഇങ്ങനെ വിളിക്കുകയാണ്, അതാ മുദീർ വിളിക്കുകയാണ്, അല്ലെങ്കിൽ മുദീർ വിളിക്കും എന്നൊക്കെ പറയാം. അപ്പോൾ ഇതാണ് അതിന്റെ ഫസ്റ്റത്തെ ഒരു ഫോം. ഇനി ഇതിൽ കോമൺ ആയിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അടുത്തൊരു വാക്കെന്ന് പറഞ്ഞാൽ നീ വിളിച്ചു എന്നതാണ്. ഇപ്പോൾ അവൾ വിളിച്ചു എന്നുള്ളത് അത്ര കോമൺ ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല. നമുക്ക് കൂടുതലായിട്ടും ചിലപ്പോൾ നമുക്ക് വേണ്ടി വരുന്നത് നീ വിളിച്ചു എന്നുള്ളത്, അത് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതാണ് മെയിനായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനി നീ വിളിച്ചു, അപ്പോൾ ഇത്തോസല ബി എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചു എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അപ്പോൾ നീ വിളിച്ചു എന്നുള്ളതിന് ഇത്തസൽത ബി എന്നാണ് പറയാം. സോറി, ഇത്തസൽത ബി. ഓക്കെ, ഇത്തസൽത ബി. ഇവിടെ ഈ ബി കൊടുത്തതെന്ന് വെച്ചാൽ ഈ ബിക്ക് ശേഷമാണ് നമ്മൾ ആരെയാണ് വിളിച്ചു എന്ന് നമ്മൾ അവിടെ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ എന്നെയാണ് വിളിച്ചത്, നീ എന്നെ വിളിച്ചു, അല്ലെങ്കിൽ നീ എന്നെ വിളിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കില്ലേ, ഇത്തസൽത ബി എന്ന് ചോദിക്കുക. അപ്പോൾ ഇവിടെ എന്താണ്, എന്നെ എന്ന് അർത്ഥമാക്കാനായിട്ട് ഒരു യാ ചേർത്ത് കൊടുക്കും. അപ്പോൾ അത് ഒരു നീട്ടലാണ്, ബി ഇത്തസൽത ബി എന്നാണ് അവിടെ ചോദിക്കുക. ഇത്തസൽത ബി എന്ന് പറഞ്ഞാൽ ഇത്തസൽത ബി, നീ എന്നെ വിളിച്ചു എന്നാണ്. ഇത്തസൽത ബി എന്ന് ചോദിക്കുക, ഇത്തസൽത ബി എന്ന് ചോദിക്കുക, അല്ലെങ്കിൽ ഇത്തസൽത ബി നീ എന്നെ വിളിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ ഈ ഒരു ഫോമാണ് ഉപയോഗിക്കുക, ഇത്തസൽത ബി. അല്ലെങ്കിൽ എന്ത് ചോദിക്കാം, ദഗ്ഗൈത അലയ്യ എന്ന് ചോദിക്കാം. നീ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യാം, ദഗ്ഗൈത അലയ്യ, ദഗ്ഗൈത അലയ്യ, നീ എന്നെ വിളിച്ചിരുന്നോ, എനിക്ക് നീ ബെല്ലടിപ്പിച്ചിരുന്നു, റിംഗ് ചെയ്യിപ്പിച്ചിരുന്നു എന്നൊക്കെ ചോദിക്കൂലേ, ദഗ്ഗൈത അലയ്യ എന്നാണ്. അപ്പൊ ചോദ്യരൂപത്തിലേക്ക് ചോദിക്കുമ്പോൾ നീ എന്നെ വിളിച്ചിരുന്നോ എന്നായി, അല്ലെ, ദഗ്ഗൈത അലയ്യ, ദഗ്ഗൈത അലയ്യ ഇത്തസൽത ബി എന്നാണ് അതുപോലെ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി നീ അവനെ വിളിച്ചോ എന്ന് ചോദിക്കാൻ എന്താണ്, അവനെ എന്നുള്ളതിന്, അവനെ അവളെ പിന്നെ നിന്നെ എന്നൊക്കെ ചോദിക്കാൻ നമ്മൾ ചില അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു അല്ലെ. അപ്പൊ അവനെ എന്നുള്ളതിന് ഒരു ഹി ചേർത്താൽ മതി, ഇത്തസൽത ബി എന്ന് പറഞ്ഞത്. ഇത്തസൽത, ഈ ബി എന്നുള്ളത് മാറിയിട്ട് അവനെ വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇത്തസൽത ബി എന്നാവും. ഓക്കെ, ഇനി ദഗ്ഗൈത് അലയ്യ എന്നുള്ളത്, എന്നെ എന്ന് പറയുമ്പോഴാണ് അലയ്യ എന്ന് പറയാം. അപ്പൊ അവനെ വിളിച്ചോ, നീ വിളിച്ചോ എന്ന് ചോദിക്കാൻ എന്തായി, അലൈ എന്ന് ചോദിച്ചാൽ മതി. ദഗ്ഗൈത അലൈ, അലൈ, ദഗ്ഗൈത അലൈ, ദഗ്ഗൈത അലൈ, നീ അവനെ വിളിച്ചോ, നീ അവനെ ബെല്ലടിപ്പിച്ചോ, അല്ലെങ്കിൽ നീ അവനെ വിളിച്ചോ എന്നുള്ളതാണ് ഉദ്ദേശം. ഓക്കെ, ബെല്ലടിപ്പിച്ചോ എന്നുള്ളത് നമ്മൾ ഓർമ്മ പറയുന്നതാണ്. പക്ഷേ ഇത് വിളിച്ചോ എന്നുള്ളതിന് പറയുന്ന പേരാണ് കൂടുതൽ. അപ്പം നമ്മൾ ഉപയോഗിക്കുക, വിളിക്കുക എന്നുള്ളതിന് കൂടുതൽ മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുക ഇത്തസൽത്ത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ദഗ്ഗൈത്ത് എന്നുള്ളത് ശരിക്കും എനിക്ക് നീ ബെല്ലടിപ്പിക്കുക എന്നൊക്കെ പറയാൻ വേണ്ടി ആ സന്ദർഭത്തിലാണ് കൂടുതൽ ഇത് ഉപയോഗിക്കാം. അപ്പൊ അത് നമുക്ക് വരുമ്പോൾ തുടർന്ന് നമുക്ക് പറയാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇത്തസൽത്ത് ബി, നീ അവനെ വിളിച്ചോ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് വിളിക്കുന്നു എന്നുള്ളതാണ്, വിളിക്കുന്നു. അപ്പൊ വിളിക്കുന്നു എന്നുള്ളത് നീയുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യരൂപത്തിൽ പറയാം, നീ അവനെ വിളിക്കുകയാണോ, നീ അവനെ വിളിക്കുകയാണോ, അല്ലെങ്കിൽ മുതിർന്ന് വിളിക്കുകയാണോ എന്നൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ചോദ്യരൂപത്തിലേക്ക് വരുമ്പോൾ തത്തസിൽ എന്നൊക്കെ, തത്തസിൽ ബി, നീ അവനെ വിളിക്കുകയാണോ, അല്ലെങ്കിൽ മുദീറിനെ വിളിക്കുകയാണോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ തത്തസിൽ ബിൽ മുദീർ എന്ന് ചോദിക്കാം. തത്തസിൽ ബിൽ മുദീർ, അല്ലെങ്കിൽ ഇനി ബി ഇല്ലാതെയും പറയുന്നുണ്ട്, അതായത് തത്തസിൽ അൽ മുദീർ എന്ന് മാത്രം ചോദിക്കാറുണ്ട്. ഈ ബിൽ ഇല്ലാതെ തത്തസിൽ അൽ മുദീർ എന്ന് മാത്രം, അങ്ങനെയും ആ ഒരു സംസാരത്തിൽ വരുമ്പോൾ പലതും ഒരു ഗ്രാമർ ഇതൊക്കെ പലതും എന്ത് ചെയ്യും, അതങ്ങനെ ഷോർട്ട് ആവും. ഓക്കെ, അപ്പൊ തത്തസിൽ അൽ മുദീർ, നീ മുദീറിനെ വിളിക്കുകയാണോ, അല്ലെങ്കിൽ തത്തസിൽ ബി, നീ അവനെ വിളിക്കുകയാണോ. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യാം, നമുക്ക് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ആ ദഗ്ഗ അല എന്നുള്ള ഒരു പ്രയോഗം നമുക്ക് തൽക്കാലം മാറ്റിവെക്കാം. അത് അവസാനത്തെ നമുക്ക് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന സന്ദർഭം മാത്രം ഇനി പറയാം. അപ്പൊ തത്തസിൽ അൽ മുദീർ, നീ മുദീറിനെ വിളിക്കുകയാണോ എന്നുള്ളതാണ് അവിടെ ചോദ്യം. ഓക്കെ, ഇനി ലാസ്റ്റത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വിളിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ നീ വിളിക്കുമോ, വിൽ യു കോൾ മീ എന്ന് ചോദിക്കാം, നീ എന്നെ വിളിക്കുമോ എന്നൊക്കെ ചോദിക്കുമല്ലോ. അപ്പൊ അതിനെന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ പറയാം, ബി തത്തസിൽ എന്ന് ചോദിക്കാം. ബി തത്തസിൽ ബി എന്നിവിടെ ചോദിക്കാം. ഓക്കെ, ബി തത്തസിൽ ബി എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബി തത്തസിൽ നീ എന്ന് ചേർത്ത് ചോദിച്ചാലും ഓക്കെയാണ്. അത് അങ്ങനെയും കേട്ടിട്ടുണ്ട്, ബി തത്തസിൽ നീ എന്നെ വിളിക്കോ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബി തത്തസിൽ ബി നീ എന്നെ വിളിക്കുമോ, അല്ലെങ്കിൽ ബി തത്തസിൽ നീ എന്നെ വിളിക്കുമോ. അപ്പോൾ അങ്ങനെ ഇവിടെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ ദഗ്ഗ അല എന്നുള്ള പ്രയോഗം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അപ്പോൾ അതിനെന്ത് ചെയ്യാം, ബി തദുഗ് അലയ്യ, ബി തദുഗ് അലയ്യ, നീ എന്നെ വിളിക്കോ. ഓക്കെ, ഇനി അലയ്യ മാറിയിട്ട് നീ അവനെ വിളിക്കോ എന്ന് എങ്ങനെ പറയും, ബി തദുഗ് അലൈ എന്ന് ചോദിക്കാം.
ഓക്കെ. അപ്പൊ ബി തത്തസിൽ നീ എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, നീ അവനെ വിളിക്കുമോ എന്നുള്ളതിന് എന്ത് ചെയ്യാം, ബി തത്തസിൽഹു, ബി തത്തസിൽഹു, നീ അവനെ വിളിക്കുമോ എന്ന് പറയാം. ഇനി ബി തത്തസിൽഹു അത് എന്താണ്, ഇനി മുദീറിനെ നീ വിളിക്കുമോ എന്നാണ് ചോദിക്കേണ്ടതെങ്കിൽ എന്ത് പറയാം, ബി തത്തസിൽ അൽ മുദീർ, ബി തത്തസിൽ അൽ മുദീർ എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ബി തത്തസിൽ ബിൽ മുദീർ എന്നും ചോദിക്കാം. ബി തത്തസിൽ അൽ മുദീർ അല്ലെങ്കിൽ ബി തത്തസിൽ ബിൽ മുദീർ എന്നും ചോദിക്കാവുന്നതാണ്. അപ്പൊ ഇവിടെ ആണെങ്കിലോ ബി തദുഗ് അലൈ എന്ന് മാറിയുന്നു, അവിടെ മാറ്റിയിട്ട് അല അൽ മുദീർ എന്ന് ചോദിച്ചാൽ മുദീറിനെ നീ വിളിക്കോ, അല്ലെങ്കിൽ മുദീറിനെ ഇറങ്ങിയോ എന്ന രൂപത്തിൽ ചോദിക്കാം. അപ്പൊ ബി തദുഗ് അല, ബി തദുഗ് അല മുദീർ, മുദീറിനെ എന്ത് ചെയ്യാം, നീ വിളിക്കോ എന്ത് ചെയ്യാം അവിടെ ചോദിക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് നീ വിളിച്ചു, നീ വിളിക്കുന്നു, നീ വിളിക്കും എന്ന രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ്. ഓക്കെ. അപ്പോൾ ഇനിയും സിറ്റുവേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ, അത് പറഞ്ഞ പോലെ നമ്മളുടെ നമ്മൾ ജോലി ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ് അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസ് അനുസരിച്ചാണ് നമുക്ക് കൂടുതൽ വേറെ രൂപത്തിൽ ഉപയോഗിക്കേണ്ടി വരിക. അപ്പൊ അതിന്റെ ബേസ് എന്നുള്ളത് ഇതാണ്, നീ വിളിക്കും, നീ വിളിക്കുന്നു, നീ വിളിച്ചു എന്ന രൂപത്തിലുള്ള വാക്കുകൾ ഇതാണ്. ബാക്കി അതിന്റെ മുൻപിലും അതിന്റെ അവസാനം വരുന്നത് എന്താണ്, നമ്മളെ ജോലി ചെയ്യുന്ന സാഹചര്യത്തിനനുസരിച്ചുള്ള വാക്കുകളാണ് നമ്മൾ ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ ഇനി അടുത്തത് നമുക്കറിയേണ്ടത് ഇനി ഞാൻ വിളിച്ചു, ഞാൻ വിളിക്കുന്നു, ഞാൻ വിളിക്കും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോ ഞാൻ വിളിച്ചു എന്നുള്ളതിന് എന്താണ്, ഇത്തസൽതു ബി എന്ന് പറയും, ഇത്തസൽത്ത്. ഓക്കെ. ഇത്തസൽത്ത് ബിക്, ഇത്തസൽത്ത് ബിക് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിച്ചു എന്നാണ്. ഇത്തസൽത്ത് ബിക്, ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചു. ഇത്തസൽത്ത് ബിക് അംസ്, ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചു, ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചിരുന്നു എന്നൊക്കെ, വിളിച്ചു അല്ലെങ്കിൽ വിളിച്ചിരുന്നു എന്നൊക്കെ പറയാനാണ് ഇത് ഉപയോഗിക്കുക. ഇത്തസൽത്ത് ബിക്, ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചു. ഇത്തസൽത്ത് ബിക് അംസ്, ഇന്നലെ ഞാൻ വിളിച്ചിരുന്നു. ഓക്കെ. അതിനെ ഇങ്ങനെ ദഗ്ഗ വെച്ച് പറയാമെന്നുണ്ടെങ്കിൽ ദഗ്ഗൈത് അലൈക് എന്ന് പറയാം. ദഗ്ഗൈത് അലൈക് അത് പറഞ്ഞാൽ ആന ചേർത്ത് കൊടുക്കാം, ആന ദഗ്ഗൈത്. അപ്പൊ പറഞ്ഞാൽ ഇവിടെയും എന്ത് ചെയ്യാം, ആന ചേർത്ത് കൊടുക്കാം, ആന ഇത്തസൽത്ത് ബിക് എന്ന് പറയാം, ഇല്ലെങ്കിൽ ആന ദഗ്ഗൈത് അലൈക് എന്നും അവിടെ പറയാവുന്നതാണ്. ഓക്കെ. അപ്പൊ ഇതാണ് വിളിച്ചു എന്നുള്ളത്, ഞാൻ വിളിച്ചു എന്നുള്ളതിന് ഇത്തസൽത്ത് ബിക് അല്ലെങ്കിൽ ദഗ്ഗൈതു അലൈക് എന്ന് പറയാവുന്നതാണ്. ഇനി ഇതിന്റെ നെക്സ്റ്റ് ഇതാണ് വിളിക്കുന്നു എന്നുള്ളതിന്. ഓക്കെ. ഞാൻ വിളിക്കുന്നു എന്നുള്ളത് അതിന് അത്തസിലു ബിക്. ഇപ്പൊ ഞാൻ നിന്നെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ അവനെ വിളിക്കുകയാണെന്ന് പറയാം. ഓക്കെ. നിന്നെ വിളിക്കുകയാണെന്ന് പറയാം, ഞാൻ അവനെ വിളിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു കസ്റ്റമറെ വിളിക്കുകയാണ്. ഓക്കെ. അപ്പൊ കസ്റ്റമർ എന്ന് പറയുന്നത് സബൂൻ എന്നാണ് കസ്റ്റമറിന് അറബിയിൽ പറയാം. അപ്പൊ ഇത്തസൽ ബി സബൂൻ എന്ന് പറയാം, ഞാൻ കസ്റ്റമറിനെ വിളിക്കുകയാണ്. അപ്പൊ ഇത്തസൽ ബി സബൂൻ അല്ലെങ്കിൽ സബൂൻ എന്ന് മാത്രം പറയാം, അല്ലെങ്കിൽ ഇത്തസൽ സബൂൻ, അത്തസിൽ, സോറി ഇത്തസൽ അല്ല അത്തസിൽ എന്നുള്ളതാണ് പറയാം. അത്തസിൽ സബൂൻ, ശരിക്കും സബൂൻ അല്ല, സ എന്ന സൗണ്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ സെഡ് പറയുക, സ. ഓക്കെ. സബൂൻ എന്നാണ്, അല്ലെങ്കിൽ ബി സബൂൻ. അപ്പൊ അത്തസിൽ ബി സബൂൻ അല്ലെങ്കിൽ അത്തസിൽ സബൂൻ, ഞാൻ കസ്റ്റമറെ ഞാൻ വിളിക്കുകയാണ് എന്ന് അവിടെ പറയാം, അല്ലെങ്കിൽ അത്തസിൽ അൽ മുദീർ, ഞാൻ മുദീറിനെ വിളിക്കുകയാണ്. ഓക്കെ എന്ന് പറയാവുന്നതാണ് അത്തസിൽ. ഓക്കെ. അപ്പൊ അവിടെ അത്തസിൽ തന്നെയാണ് ഏറ്റവും നല്ലത്. അവിടെ ദഗ്ഗ അലയ്യ എന്നുള്ള ആ ഒരു വേർഡ്, ആ ഒരു പ്രയോഗം നമുക്ക് അവിടെ വേണമെന്നില്ല. അപ്പൊ അത്തസിൽ ബി സബൂൻ അല്ലെങ്കിൽ അത്തസിൽ സബൂൻ എന്ന് പറയാം. ഓക്കെ. അപ്പൊ അതാണ് വിളിക്കുകയാണ് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത് വിളിക്കും എന്നുള്ളതാണ്. വിളിക്കും എന്നുള്ളതിന് ബത്തസിൽ എന്ന് പറയും, ബത്തസിൽ. ഓക്കെ. ബത്തസിൽ ബിക്, ഞാൻ നിന്നെ വിളിക്കാം എന്ന് പറയാം. ബത്തസിൽ ബിക്, ഞാൻ നിന്നെ വിളിക്കാം. ഓക്കെ. അല്ലെങ്കിൽ ബത്തസിലുക്, ഞാൻ നിന്നെ വിളിക്കാം, ബത്തസിലുക് എന്ന് പറയാം, അല്ലെങ്കിൽ ബത്തസിൽ ബിക് എന്ന് പറയാവുന്നതാണ്. ബത്തസിൽ ബിക് അല്ലെങ്കിൽ ബത്തസിലുക്. പിന്നെ വേറൊരു പ്രയോഗം കേൾക്കുന്നത് ബത്തസിൽ ഫീക്ക് എന്ന് പറയാറുണ്ട്. ഇത്തസൽ അല്ലെങ്കിൽ ഇത്തസൽ ഫീക്ക് എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ നിന്നെ വിളിച്ചു, ബി എന്നുള്ളതിന് പകരം ഫീ എന്നുള്ളതും അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ അന്വേഷിച്ചു, അപ്പോൾ അറബികളോട് ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഇതൊക്കെ ഉപയോഗിക്കാം, ബത്തസിൽ ബീക്ക് അല്ലെങ്കിൽ ബത്തസിൽ ഫീക്ക് എന്നൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഏറ്റവും നല്ല അസഹ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ കറക്റ്റായ ഒരു ഫോം എന്ന് പറഞ്ഞാൽ ബത്തസിൽ ബീക്ക് എന്നുള്ളതാണ് അതിന്റെ ശരിയായ ഒരു ഫോം എന്ന് പറഞ്ഞത്. ഓക്കെ. അപ്പൊ ബത്തസിൽ ബിക് എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ വിളിക്കാം എന്നുള്ളതാണ്. ഓക്കെ. ഐ വിൽ കോൾ യു എന്ന് പറയുന്നതാണ് ബത്തസിൽ ബിക്. ഓക്കെ. അപ്പോ ഇനി ഞാൻ മുദീറിനെ വിളിക്കാം എന്ന് പറഞ്ഞതാണ് ബത്തസിൽ ബിൽ മുദീർ എന്ന് പറയാം. ബത്തസിൽ ബിൽ മുദീർ എന്ന് പറഞ്ഞാൽ ഞാൻ മുദീറിനെ വിളിക്കാം. ഓക്കെ. അപ്പോൾ ഇവിടെ ബിക് എന്നുള്ളതിന് പകരം ബിൽ മുദീർ ആക്കിയാൽ ബത്തസിൽ ബിൽ മുദീർ, ഞാൻ മുദീറിനെ വിളിക്കാം. ഓക്കെ. അല്ലെങ്കിൽ ഞാൻ അവനെ വിളിക്കാം, ബത്തസിൽ ബി, അല്ലെങ്കിൽ ബത്തസിലു, ഞാൻ അവനെ വിളിക്കാം, അല്ലെങ്കിൽ ബത്തസിൽ ബി എന്ന രൂപത്തിലും വരും. ഓക്കെ. ബി മാറ്റിയിട്ട് ഇവിടെ ബത്തസിലു എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വിളിക്കാമെന്നായി, അല്ലെങ്കിൽ ബത്തസിൽ ബി എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ വിളിക്കാം എന്ന് തന്നെയാണ് അവിടെയും അർത്ഥം വരുന്നത്. അപ്പോൾ വിളിക്കാം എന്നുള്ളതിന്, വിളിക്കും എന്നുള്ളതിന് ബത്തസിൽ എന്നുള്ളൊരു വാക്കാണ് അവിടെ ഉപയോഗിക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് കോളുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗം വരുന്ന പ്രയോഗങ്ങൾ. ഓക്കെ. ഇനി നീ എന്നെ വിളിക്കാം എന്നുള്ളൊരു പ്രയോഗം കൂടിയുണ്ട്. ഓക്കെ. എന്നെ നാളെ നീ വിളിക്കണം.
ഓക്കെ, നാളെ നീ എന്ത് ചെയ്യണം, എന്നെ വിളിക്കണം. അപ്പൊ അതിന് ഇത്തസ്വിൽ എന്ന് പറയാം. ഇത്തസ്വിൽ അല്ലെങ്കിൽ ഇത്തസ്വൽ എന്നും പറയാറുണ്ട്. ഇത്തസ്വിൽ അല്ലെങ്കിൽ ഇത്തസ്വൽ. ശരിക്കും ഇത്തസ്വിൽ എന്നതാണ് ശരിയായ ഫുസ്ഹയിലൊക്കെ ഉപയോഗിക്കുന്നത്. ഇത്തസ്വൽ എന്നാണ്. പക്ഷേ സംസാരത്തിൽ വരുമ്പോൾ ഇത്തസ്വൽ, ഞാൻ പറയുന്ന ആ ഒരു സംസാര ഭാഷയിലേക്ക് വരുമ്പോൾ ചിലത് ഈ ഉള്ളത് ആ ആവും, ഊ ഉള്ളത് ഈ ആവും, അങ്ങനെ വ്യത്യാസം വരും. ഓക്കെ, അപ്പൊ ഇത്തസ്വൽ. അപ്പൊ ഇത്തസ്വൽ ബി, അപ്പോൾ പറയാം ഇത്തസ്വൽ ബി, നീ എന്നെ വിളിക്കണം. ഇത്തസ്വൽ ബി ബുക്ര, നാളെ നീ എന്നെ വിളിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നാളെ നീ എന്നെ നിർബന്ധമായി വിളിക്കണം എന്ന് പറഞ്ഞാൽ ലാസിം ഇത്തസ്വൽ ബി ബുക്ര എന്ന് പറയും. ലാസിം, ഒരു ലാസിം ചേർത്ത് കൊടുക്കുക. അങ്ങനെ കേട്ടിട്ടുണ്ടാവുമല്ലോ ലാസിം എന്നുള്ളത്. ലാസിം ഇത്തസ്വൽ ബി ബുക്ര, നാളെ നീ നിർബന്ധമായും വിളിക്കണം. ഓക്കെ, ലാസിം എന്നുള്ളത് ചേർത്ത് കൊടുക്കുക. ഓക്കെ, അവിടെ എന്ത് ചെയ്യാം, നമുക്ക് ദഗ്ഗ അലയ്യ എന്നുള്ളത് നമുക്ക് പ്രയോഗിക്കാവുന്നതാണ്. അതായത് ദുഗ്ഗ അലയ്യ എന്ന് പറയാം. ദുഗ്ഗ അലയ്യ. ദുഗ്ഗ അലയ്യ എന്ന് പറഞ്ഞാൽ നീ എനിക്ക് ഒന്ന് റിങ് ചെയ്യിക്ക്, ഒന്ന് ബെല്ലടിപ്പിക്കുന്നൊക്കെ പറയുമല്ലോ. നാളെ എന്തെങ്കിലും അത്യാവശ്യം നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ നമ്മൾ പറയുന്നത് ഒന്ന് ബെല്ലടിപ്പിക്കും, നാളെ ഒരു സ്ഥലത്ത് പോകാനുണ്ട്, രാവിലെ തന്നെ ബെല്ലടിപ്പിക്കും, റിങ് ചെയ്യിപ്പിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മളോട് കുറച്ചൊന്ന് ക്ലോസ്ഡ് ആയിട്ടുള്ള അറബി സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമുക്കോട് പറയാം. ഓക്കെ, ദുഗ്ഗ അലയ്യ ബുക്ര, നാളെ എന്നെ ഒന്ന് റിങ് ചെയ്യിക്ക്, ഒന്ന് ബെല്ലടിപ്പിക്കുക എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ഓക്കെ, അതിന്റെ നല്ലൊരു ഫോം എന്താണ്, ഇത്തസിൽ എന്നുള്ളത്. ഇത്തസിൽ ബി, എന്നെ വിളിക്കുക എന്ന് പറയാൻ. ഇനിയിപ്പോൾ മുദീറിനെ വിളിക്കുക എന്ന് പറയാൻ ഇത്തസിൽ ബിൽ മുദീർ, നീ മുദീറിനെ വിളിക്ക്, അല്ലെങ്കിൽ ലാസിം ഇത്തസിൽ അൽ മുദീർ എന്ന് പറയാം. അല്ലെ, നീ നിർബന്ധമായി എന്ത് ചെയ്യണം, മുദീറിനെ വിളിക്കണം എന്ന് പറയാൻ ഇതാണ് വിളിക്കുക. അപ്പൊ ഇത്തസിൽ എന്നുള്ളൊരു, അല്ലെങ്കിൽ ഇത്തസൽ അല്ലെങ്കിൽ ഇത്തസിൽ, ഈ രണ്ട് രൂപത്തിൽ എന്ത് ചെയ്യാം, നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പൊ ഇതാണ് വിളിച്ചു, വിളിക്കുന്നു, വിളിക്കും എന്ന് നമുക്ക് കൂടുതലായിട്ട് ഉപയോഗം വരുന്ന ചില വാക്കുകളാണ്. ഓക്കെ, ഇനി ഫോൺ കോളുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു വാക്കാണ്, അതായത് ഞാൻ വിളിച്ചു പക്ഷെ അവൻ എടുത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഞാൻ 2-3 ദിവസമായി നിന്നെ അടുപ്പിച്ച് വിളിക്കുന്നു പക്ഷെ നീ എടുക്കുന്നില്ല, നീ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന ഒരു വാക്ക് കൂടി നമ്മൾ ഇതുപോലെ ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, അറ്റൻഡ് ചെയ്തു എന്നുള്ളതിന് റദ്ദ എന്നാണ് പറയുക. റദ്ദ എന്ന് പറഞ്ഞാൽ റിപ്ലൈ ചെയ്തു എന്നർത്ഥം. അപ്പൊ അറ്റൻഡ് ചെയ്തു എന്നർത്ഥം റദ്ദ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ റദ്ദ എന്ന് പറഞ്ഞാൽ കോൾ അറ്റൻഡ് ചെയ്തു, അതാണ് റദ്ദ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഉദാഹരണത്തിന് പറയാം, ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചു പക്ഷെ നീ എന്ത് ചെയ്തില്ല, കോൾ അറ്റൻഡ് ചെയ്തില്ല. അപ്പോൾ ഇന്നലെ നിന്നെ ഞാൻ വിളിച്ചു എന്നുള്ളതിന് എന്താ പറയാ, ഇത്തസൽത ബിക് അംസ്, ഞാൻ ഇന്നലെ നിന്നെ വിളിച്ചിരുന്നു, അപ്പോൾ നീ എന്റെ കോൾ അറ്റൻഡ് ചെയ്യാതിരുന്നു നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, അല്ലേ. ലേഷ് ഇൻത മാ റദ്ദത്ത് എന്ന് ചോദിക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണ്, ഇത്തസൽത ബിക് അംസ്, ഇത്തസൽത ബിക് അംസ്. ലേഷ് എന്ന് പറഞ്ഞാൽ എന്തിന്, വൈ എന്ന് ചോദിക്കണം. അപ്പൊ ലേഷ് ഇൻത മാ റദത്ത എന്നാ ചോദിക്കാം. റദദ് ത എന്നുള്ളത് എന്ത് ചെയ്യാം, റദത്ത എന്ന രൂപത്തിൽ നമുക്ക് ചോദിക്കാം. അപ്പൊ റദത്ത, അപ്പോൾ ആ ഒരു ദ് എന്നുള്ളത് മാറ്റിയിട്ട് എന്ത് ചെയ്യാം, റദത്ത എന്ന് പറയാം. ഓക്കെ, റദത്ത എന്ന് പറഞ്ഞാൽ നീ റിപ്ലൈ ചെയ്തു എന്നാണ്. അപ്പൊ നീ എന്തോ റിപ്ലൈ ചെയ്തില്ല എന്ന് ചോദിക്കാൻ എന്ത് ചെയ്യുന്നത്, ലേഷ് ഇൻത മാ റദത്ത് ഇത്തസൽത ബിക് അംസ്, ഞാൻ നിന്നെ ഇന്നലെ വിളിച്ചു, ലേഷ് ഇൻത മാ റദത്ത്, നീ എന്താണ് അറ്റൻഡ് ചെയ്യാതിരുന്നത് എന്ന് ഈ രൂപത്തിലാണ് നമ്മൾ ചോദിക്കാം. ഓക്കെ, ഇനി ഞാൻ അവനെ വിളിച്ചു പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ല, ഞാൻ അവനെ വിളിച്ചു പക്ഷെ അറ്റൻഡ് ചെയ്യുന്നില്ല എന്ന് പറയാം. അപ്പൊ ഞാൻ അവനെ വിളിച്ചു എന്നുള്ളതിന് എന്താണ് വാക്ക്, ഇത്തസൽത് എന്നുള്ളതാണ്. ഇത്തസൽത്. ഓക്കെ, ഞാൻ അവനെ വിളിച്ചു, ഇത്തസൽത് ബി, ഞാൻ അവനെ വിളിച്ചു, ഇത്തസൽത് ബി ലാ, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല, റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറയാം. ലാ യറുദ് എന്ന് പറഞ്ഞാൽ ലാ യറുദ്, അവൻ എന്ത് ചെയ്യുന്നില്ല, റിപ്ലൈ ചെയ്യുന്നില്ല. ലാ യറുദ്, റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് റിപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ റദ്ദ എന്ന് പറഞ്ഞാൽ അറ്റൻഡ് ചെയ്തു എന്നാണ്. ലാ തറുദ് എന്ന് പറഞ്ഞാൽ നീ അറ്റൻഡ് ചെയ്യുന്നില്ല. ലാ യറുദ് എന്ന് പറഞ്ഞാൽ അവൻ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ മുദീർ അറ്റൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തസൽത് ബിൽ മുദീർ, ഞാൻ മുദീറിനെ വിളിച്ചു പക്ഷേ ലാ യറുദ്, അത് എന്ത് ചെയ്യുന്നില്ല, റിപ്ലൈ ചെയ്യുന്നില്ല എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് വാക്കുകൾ എന്ത് ചെയ്യുക, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഫോൺ കോളുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ചില വാക്കുകൾ. അപ്പോൾ ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. മഅസ്സലാമ.